കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനൊരു ദിവസം കഴിഞ്ഞ ആഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായി, ഗുരുവായൂർ. നിർമ്മാല്യം തൊഴാനാണ് പോയത്. അപ്പോൾ ഞാൻ സാധാരണ പിള്ളേർക്ക് ഗോൾഡൊന്നും ഇടിയിപ്പിക്കാറില്ല. അന്ന് മോള് സെറ്റ് സാരി ഉടുത്ത കാരണം കൊണ്ട് മാത്രം മാലയും ഒരു കൈച്ചെയിനും വളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇട്ടത്. അപ്പോൾ തുലാഭാരം ഉണ്ടായിരുന്നു. തുലാഭാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഹോട്ടലിൽ വന്ന് നോക്കിയപ്പോൾ കൈച്ചെയിൻ കാണാൻ. അപ്പോൾ വിചാരിച്ച് പോയി, ഇനിയിപ്പോൾ പോയ സാധനം കിട്ടൂലല്ലോ. പിന്നെ എനിക്ക് തോന്നി ഗുരുവായൂരാണ് പോയിരിക്കണമെങ്കിൽ നമുക്ക് പോയ സാധനം എന്തായാലും തിരിച്ചു കിട്ടും. അപ്പോൾ ഞാനും മോളും കൂടെ ഗുരുവായൂർക്ക് തിരിച്ച് പോയി. ഒരു 15 മിനിറ്റ് നടക്കാനുള്ളൂ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അവിടെ എത്തി. നമ്മൾ പടിഞ്ഞാറ് നടയിൽ എത്തിയ വഴിക്ക് സെക്യൂരിറ്റി ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൈച്ചെയിൻ പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ചോദിച്ചു, ഇങ്ങനെ ബോൾ പോലെയുള്ളതല്ലേ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി. അപ്പോൾ അവിടെ ഒരു ഓഫീസർ ഉണ്ടായി. ഓഫീസർ പറഞ്ഞു ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും കിട്ടും, ഇവിടെ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകില്ല, നിങ്ങൾ മാനേജറെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാനേജറെ കാണാൻ പോയി. അപ്പോൾ അവിടെ ശിവേരി നടക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഗുരുവായൂർ പോയ കംപ്ലൈൻ്റാണ്, ഗുരുവായൂർ പോയിട്ട് എന്ത് കാര്യം, ഒരു സെക്കൻഡ് പോലും ഭഗവാനെ കാണാൻ തരില്ല, ഉന്തിത്തള്ളി വിടും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ സ്വർണ്ണക്കോലം ആനയുടെ പുറത്ത് കയറ്റുകയാണ്. ഞാൻ ഇങ്ങനെ തിക്കും തിരക്കി ഫ്രണ്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ മുന്നിലേക്ക് ശ്രീകൃഷ്ണൻ വന്നു. അപ്പോൾ ശ്രീകൃഷ്ണന് തൊഴുത് ആനയുടെ പിന്നാലെ പ്രദർശനമൊക്കെ നടത്തി നമ്മളെ മനസ്സും ഒക്കെ നിറഞ്ഞു. എന്നിട്ട് ഞാൻ മാനേജറുടെ അടുത്ത് പോയി. മാനേജർ നമ്മുടെ സാധനം തന്ന് പൊട്ടി വീണതായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങി തിരിച്ചു വന്ന് മോളെ ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടാണ് പോയത്. മോളെ വിളിച്ചുകൊണ്ട് വന്ന് നടക്കൽ നമസ്കരിക്കുമ്പോൾ ഒരു അമ്മൂമ്മ എന്നെ തോണ്ടി വിളിച്ചിട്ട് മോളെ നോക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മൂമ്മനെ നോക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് എന്നെയല്ലേ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കും മോളെ എന്ന് പറഞ്ഞിട്ട് പേഴ്സ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ചൂണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും കൃഷ്ണൻ. നമ്മുടെ 2 സൈഡിലും വിളക്കും കൃഷ്ണൻ്റെ വിഗ്രഹം സൂം ചെയ്ത് കാണിക്കണം ഒരു വലുതായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനെ കാണാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് എങ്ങനെ കാണും, എന്ത് കാണാം. അപ്പോൾ പക്ഷെ നമുക്കങ്ങനെ ഒരു കാഴ്ച. അപ്പം കുറച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു വെളിപാട്, ശരിക്കും ഒരു കിളി പോയ അവസ്ഥയായിരുന്നു. നമ്മൾ ഇങ്ങനെ പോയ സാധനം കിട്ടുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് വീട്ടിൽ വന്നിട്ട് മോളെടുത്ത് ചോദിച്ചപ്പോൾ മോള് പറയുന്നതാണ്, അമ്മ അതിന് ഫ്രണ്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അതാണ് നമുക്ക് വിഗ്രഹം കാണാൻ പറ്റിയത്. അപ്പോൾ നട തുറന്നിരിക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ആരും ഇല്ലാണ്ടൊരു അവസ്ഥയുണ്ട്. ഞങ്ങൾ 2:15 അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തോരം ജനങ്ങളായിരുന്നു. അപ്പം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി.